നിലവിൽ പല്ല് സെറ്റ് യൂസ് ചെയ്യുന്നവർക്കും പല്ല് സെറ്റ് വെക്കാൻ റെഡി ആയിട്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ ഡോക്ടർ ഹരീഷ്. ഈ മുകളിലെയും താഴത്തെയും മുഴുവൻ പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ പല്ലുകൾ തിരിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൺവെൻഷണൽ മെത്തേഡാണ് പല്ല് സെറ്റ്. യൂഷ്വലി പല്ല് സെറ്റ് എന്ന് പറയുന്നത് ഒരു റിമൂവബിൾ, എടുത്ത് വെക്കാവുന്ന ഒരു പ്രോസസ്സസ് ആണ്. മുകളിലെയും താഴെയായിട്ട് രണ്ട് പല്ല് സെറ്റുകളായിരിക്കും, മുകളിലൊരു സെറ്റ് താഴെ ഒരു സെറ്റ്. ഈ പല്ല് സെറ്റിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിലെ പല്ല് സെറ്റ് ശരിക്കും നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഈസി ആയിട്ട് കിട്ടും. അതിന്റെ മെത്തേഡ് ഓഫ് മറ്റേ സക്ഷൻ അല്ലെങ്കിൽ ഒരു വാക്വം പ്രഷർ വെച്ചിട്ടാണ് അതിന്റെ ഒരു റിട്ടൻഷൻ, അത് പിടുത്തം അങ്ങനെയാണ് കിട്ടുക. എല്ലാവരുടെയും പ്രശ്നം താഴത്തെ പല്ല് സെറ്റാണ്. താഴത്തെ പല്ല് സെറ്റ് യൂഷ്വലി മുകളിലത്തെ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പ്രധാനമായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അതിന്. ഒന്ന്, താഴത്തെ ഈ മോണയുടെ റിഡ്ജ് എന്ന് പറയും, ആ മോണ വളരെ തിന്നായിരിക്കും. അപ്പൊ മോണയിലുള്ള പിടുത്തം സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. പിന്നെ താഴെ നമുക്ക് പ്രധാനമായിട്ടൊരു ശത്രു നാക്കാണ്. ഈ നാക്ക് മൂവ് ചെയ്യും തോറും ഈ പല്ല് സെറ്റിനെ പൊക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ മുകളിൽ പറഞ്ഞ പോലെ ഒരു വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ താഴെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ താഴത്തെ പല്ല് സെറ്റ് എപ്പോഴും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരിക, ഇളകുക എന്നുള്ളത് വളരെ കോമൺ പ്രോബ്ലം ആണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് അത് വെച്ച് ചവയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യൂഷ്വലി എല്ലാ പേഷ്യൻസും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, മുകളിൽ ഓക്കെയാണ് ഡോക്ടർ, താഴത്തെ പറ്റുന്നില്ല. പ്രധാനമായിട്ടും ഈ എഫിഷ്യൻസി, ചവയ്ക്കാനുള്ള എഫിഷ്യൻസി കൂട്ടാനുള്ള മെത്തേഡ്സ് നോക്കുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഈ റിമൂവബിൾ മാറി ഫിക്സഡ് ആയിട്ടുള്ള പല്ല് സെറ്റുകളിലേക്ക് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് പോവുക. അപ്പൊ എങ്ങനെയാണ് ഈ പല്ലുകൾ ഒന്നും ഇല്ലാത്തടത്ത് ഒരു ഫിക്സഡ് പ്രോസസ്സസ് കൊടുക്കുക? അവിടെയാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ് വരുന്നത്. അപ്പൊ ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്മോൾ സ്ക്രൂസ് ലൈക്ക് തിങ് ആണ്. അത് ഈ മോണയിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യും. ആ ഫിക്സ് ചെയ്യണ ഇംപ്ലാന്റ്സിലേക്കാണ് നമ്മൾ പെർമനന്റ് ആയിട്ട് പല്ലുകളെ ഫിക്സ് ചെയ്യുക. സോ മുകളിലൊരു 5-6 ഇംപ്ലാന്റ്, താഴെ ഒരു 5-6 ഇംപ്ലാന്റ്സ് കൊടുത്തിട്ട് ഇത് പെർമനന്റ് ആയിട്ട് ഈ പല്ലുകൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫിഷ്യൻസി ഓഫ് ചൂയിങ് ഓൾമോസ്റ്റ് നാച്ചുറൽ ടൂത്ത് പോലെ തന്നെയാവും. സാധാരണ പോലെ ഫിക്സഡ് പല്ലായിരിക്കും, മൂരി വെക്കേണ്ടി വരില്ല, നമുക്ക് ബ്രഷ് ചെയ്യാം, ചവയ്ക്കാം, എല്ലാ കാര്യങ്ങളും നോർമൽ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിലൊരു 6 താഴെ ഒരു 6 ഇംപ്ലാന്റ് ഇടുമ്പോഴേക്കും ഇതിന്റെ കോസ്റ്റ് നമുക്ക് ഒരു ഹൈ കോസ്റ്റ്, ലക്ഷങ്ങൾ ചെലവാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, നല്ലതാണ്, ഏറ്റവും നല്ലതാണ്, ഒരു സംശയമില്ല. സോ മിക്ക പേഷ്യൻസിനും ഈ ഒരു ഹൈ എക്സ്പെൻസ് ബെയർ ചെയ്യാൻ അവർ പറ്റാറില്ല. മിക്കവരും പറയുന്നത് ഡോക്ടർ പറ്റില്ല, അങ്ങനെ പറഞ്ഞ് അവർ തിരിച്ച് വീണ്ടും പല്ല് സെറ്റിലേക്കാണ് പോവുക. സോ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ആൻസർ ഞാൻ പറയാൻ പോകുന്നത്. മുകളിലെ പല്ല് സെറ്റ് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിരിക്കും, അതവിടെ നിന്നോട്ടെ. താഴത്തെ നമുക്കൊരു സെമി ഫിക്സഡ് ആക്കി മാറ്റാനുള്ള ഒരു മെത്തേഡാണ് താഴെ 2-3 ഇംപ്ലാന്റ്സ് ഇട്ടിട്ട്, 2-3 മാത്രം ഇട്ടിട്ട് അതിലേക്ക് ഒരു ബട്ടൺ പോലെ ടക്ക് ഫിറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് ഊരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഊരാൻ പറ്റും. പക്ഷെ വൺസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇളകില്ല, വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കും. അപ്പൊ നമ്മുടെ എഫിഷ്യൻസി ഓഫ് ചൂയിങ് നമുക്ക് വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് മോർ ദാൻ ഒരു 85% ചൂയിങ് എഫിഷ്യൻസി നമുക്ക് ഈ സെമി ഫിക്സഡ് ആയിട്ടുള്ള പ്രോസസ്സസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. സോ ഇതേപോലെ ചെയ്ത ഒരു കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണെന്നുള്ളത്. എൻ്റെ പേര് കനകരാജ്, പാലക്കാട് വണ്ടിത്താവളത്ത് നിന്ന് വരുന്ന ആളാണ്. പല്ലുമൂക്ക ഇളകി വേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ചില ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ അവര് പല്ലൊക്കെ പറിച്ചിട്ട് പല്ല് വെറുതെ അങ്ങനെ വെച്ചാൽ മതി, നിന്നോളും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനിവിടെ ഐ മാജിക്കിൽ ഹരീഷ് ഡോക്ടറിനോട് വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കേസിലാണെങ്കിൽ ശരിക്കും താഴത്തെ മോണ വളരെ ചെറുതായിരുന്നു, പല്ല് സെറ്റ് നിൽക്കണം എന്നുള്ള കാര്യം വളരെ വളരെ ഡൗട്ടായിരുന്നു. താഴെ 2-3 ഇംപ്ലാന്റ്സ് ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടുന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ എനിക്ക് താഴെ ഇംപ്ലാന്റ് ചെയ്ത് പല്ല് വെച്ചു, മുകളിലും വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ആഹാരം ചവയ്ക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴൊക്കെ പഴയ പോലെ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ ഫീലിംഗ് ഉണ്ട്, നന്നായിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നമ്മൾ ഇംപ്ലാന്റ് ഇടാനായിട്ട് മോണ കീറുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരു ഗൈഡഡ് കീ ഹോൾ ഇംപ്ലാന്റ് പ്ലേസ്മെന്റ് ആണ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മൾ 2 ഇംപ്ലാന്റ്സും പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ആള് വളരെ കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഞങ്ങൾ റിവ്യൂസ് നോക്കിയപ്പോഴും നന്നായിട്ട് എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.